അപ്പോൾ നമുക്ക് കോംപ്ലക്സ് നമ്പറിന്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നലെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതെന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് നമ്പറിന്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. എന്താണ് കോംപ്ലക്സ് നമ്പർ, ആ കോംപ്ലക്സ് നമ്പറിനെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, അതിന്റെ റിയൽ പാർട്ട് എന്താണ്, ഇമാജിനറി പാർട്ട് ആണ്. രണ്ട് കോംപ്ലക്സ് നമ്പർ ഈക്വൽ ആകുമ്പോൾ റിയൽ പാർട്ടുകൾ ഈക്വൽ ആയിരിക്കും, ഇമാജിനറി പാർട്ടും ഈക്വൽ ആണ്. അത് വെച്ച് ഇക്വേറ്റ് ചെയ്ത് നമ്മൾ എക്സിന്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചത്. ഓക്കെ, ഇനി നമുക്ക് അൽജിബ്ര ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് ആണ്. കോംപ്ലക്സ് നമ്പേഴ്സ് എങ്ങനെ ആഡ് ചെയ്യും, എങ്ങനെ അതിന്റെ ഡിഫറൻസ്, അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, അതൊക്കെയാണ് നമ്മൾ അടുത്ത ഈ വീഡിയോയിൽ നമ്മൾ കൂടുതലും പഠിക്കുന്നത്. അപ്പൊ അതിനകത്ത് ആദ്യം എന്ന് പറയുന്നത് നമുക്ക് അഡിഷൻ പഠിക്കുക, എങ്ങനെ രണ്ട് കോംപ്ലക്സ് നമ്പറെ ആഡ് ചെയ്യും. ഓക്കെ, രണ്ട് കോംപ്ലക്സ് നമ്പർ, ഫസ്റ്റ് ഒരു കോംപ്ലക്സ് നമ്പർ Z1 is equal to a plus ib എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ. ഓക്കെ, a plus ib അല്ലെങ്കിൽ a plus ba എന്നൊക്കെ റെപ്രസെന്റ് ചെയ്യാം കേട്ടോ. രണ്ടാമത്തെ Z2 എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ c plus id. ഓക്കെ, ഇപ്പോ രണ്ട് കോംപ്ലക്സ് നമ്പർ ആയി. ഇപ്പോ Z1 എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ a plus ib ആണ്, Z2 എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ c plus id ആണ്. ഓക്കെ, അങ്ങനെയാണ് ഈ രണ്ട് കോംപ്ലക്സ് നമ്പർ ആഡ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ആഡ് ചെയ്യാം. Z1 plus Z2 എന്ന് ചെയ്യാം, നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോ ആഡ് ചെയ്ത് നോക്കാം. എങ്ങനെ ആഡ് ചെയ്യാം? നമുക്ക് ആഡ് ചെയ്യാം. സാധാരണ നമ്മൾ ആഡ് ചെയ്യുന്നത് i plus ib ഫസ്റ്റ് കോംപ്ലക്സ് നമ്പർ എടുത്തു പ്ലസ് എന്താണ് സെക്കൻഡ് കോംപ്ലക്സ് നമ്പർ ഏതാണ് c plus id. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് കോംപ്ലക്സ് നമ്പർ ആഡ് ചെയ്യാം. Z1 എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ, Z2 എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ വരും. ഓക്കെ, ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യാനുള്ള കാര്യം എന്ന് പറയുന്നത് റിയൽ പാർട്ടുകൾ പരസ്പരം എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. അതൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ റിയൽ പാർട്ടുകൾ ഇപ്പൊ a യോട് കൂടി ആര് ആഡ് ചെയ്യണം, ഇവിടുത്തെ റിയൽ പാർട്ട് Z1 എന്ന കോംപ്ലക്സ് നമ്പറിന്റെ റിയൽ പാർട്ട് എന്ന് പറയുന്നത് ആരാണ്, റിയൽ പാർട്ട് ഓഫ് Z എന്ന് പറയുന്നത് Z1 എന്ന് പറയുന്നത് a ആണ്. ഇവിടുത്തെ റിയൽ എന്ന് പറയുന്നത് ഏതാണ്, റിയൽ പാർട്ട് എന്ന് പറയുന്നത് ഏതാണ്, ഏതാണ് c ആണ്. അപ്പൊ ആരൊക്കെ ആഡ് ചെയ്യണം, a plus c. ഓക്കെ, പ്ലസ് പിന്നെ ആര്, ഇമാജിനറി പാർട്ട് എന്ന് പറയുമ്പോൾ ആരാണ്, b യും d യും. വെളിയിൽ ആരും കൂടെ എഴുതണം, എന്താണ് b plus d. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. അങ്ങനെ എഴുതുമ്പോൾ a plus c plus ib plus id. i ഇപ്പോ a plus d ചേർത്ത് എഴുതാം. i അവിടെ കോമൺ എടുക്കുമ്പോൾ എന്താണ് b plus d. ഓക്കെ, അതായത് റിയൽ പാർട്ടുകൾ ആഡ് ചെയ്യുക, ഇമാജിനറി പാർട്ടുകൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് കോംപ്ലക്സ് നമ്പറിന്റെ സം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് കോംപ്ലക്സ് നമ്പറിന്റെ സം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാം. നമുക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്തു നോക്കാം. അപ്പൊ കോംപ്ലക്സ് നമ്പർ ആഡ് ചെയ്യുമ്പോൾ രണ്ട് കോംപ്ലക്സ് നമ്പർ ആഡ് ചെയ്യുമ്പോൾ റിയൽ പാർട്ടുകൾ ആഡ് ചെയ്തില്ല പ്ലസ് i into സം ഓഫ് ഇമാജിനറി പാർട്ട്. ഓക്കെ, അതാണ് നമ്മൾ അതിനകത്ത് പറയുന്നത്. ഓക്കെ, സിമ്പിൾ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ എക്സാമ്പിൾ ആയിട്ട് തന്നെ ഒരു ക്വസ്റ്റ്യൻ തരാം. അപ്പൊ നമുക്ക് അതിൽ തന്നെ കിട്ടും Z1 is equal to 2 plus 3a. Okay, അവിടെ Z2 is equal to 4 plus 7a. ഇത് രണ്ടും കൂടെ എങ്ങനെ ആഡ് ചെയ്യാന്ന് ചോദിച്ചാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ആഡ് ചെയ്യാം. എങ്ങനെ Z1 plus Z2 എങ്ങനെ ആഡ് ചെയ്യാന്ന് ചോദിച്ചാൽ നമ്മുടെ റിയൽ പാർട്ടുകൾ പരസ്പരം എന്ത് ചെയ്ത് നോക്കുക, ആഡ് ചെയ്യുക. 2 6 കൂടെ ആഡ് ചെയ്യുക. എന്താ 2 plus 4 plus i into ആരെ, ഇമാജിനറി പാർട്ട് എന്ന് പറയുമ്പോൾ ആരൊക്കെ 3 plus 7. 2 4 കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും പിള്ളാരെ, എത്ര 6 പ്ലസ് 3 പ്ലസ് 7 എത്ര 10 എത്ര 10 എത്ര. ഓക്കേ, 6 പ്ലസ് i 10 എന്നോ 6 പ്ലസ് 10 i എന്നോ നമുക്ക് എന്ത് ചെയ്യും. അപ്പോൾ അവരുടെ രണ്ട് കോംപ്ലക്സ് നമ്പർ ആഡ് ചെയ്യുമ്പോൾ റിയൽ പാർട്ടുകൾ പരസ്പരം ആഡ് ചെയ്യുക, പ്ലസ് i into സം ഓഫ് ഇമാജിനറി പാർട്ട്, സം ഓഫ് റിയൽ പാർട്ട് പ്ലസ് i into സം ഓഫ് റിയൽ പാർട്ട് പ്ലസ് i into സം ഓഫ് എന്തിനാണ്, ഇമാജിനറി പാർട്ട്. ഇങ്ങനെയാണ് രണ്ട് കോംപ്ലക്സ് നമ്പർ എന്ത് ചെയ്യുക, സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാൻ പറ്റും. ഓക്കേ, അല്ലെങ്കിൽ തന്നെ നമുക്ക് അല്ലാതെ നമ്മുടെ 2 plus 3a plus 4 plus 7a ഇങ്ങനെ സാധാരണ ആഡ് ചെയ്യുന്നതൊക്കെ ആഡ് ചെയ്യാം, ചേർത്തൊക്കെ എഴുതി ആഡ് ചെയ്യാം കേട്ടോ. 2 4 കൂടെ ആഡ് ചെയ്യുമ്പോൾ 6, 3a യും 7a കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും, 10a. സാധാരണ x ഉം 10x ഒക്കെ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും, 11x. 2x plus 3x ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും, 5x. അതുപോലെ തന്നെയാണ് നമുക്ക് ഇമാജിനറി പാർട്ട് ആഡ് ചെയ്യുമ്പോൾ i യും 2i കൂടെ ആഡ് ചെയ്യുമ്പോൾ 3i. അപ്പൊ നോർമൽ ആ കേസ് തന്നെയാണ്. നമ്മുടെ ഒന്നുമില്ല, രണ്ട് കോംപ്ലക്സ് നമ്പർ ആഡ് ചെയ്യുമ്പോൾ റിയൽ നമ്പർ ആഡ് ചെയ്യുക പ്ലസ് i into സം ഓഫ് ഇമാജിനറി പാർട്ട്. ഓക്കേ, ഇങ്ങനെയാണ് രണ്ട് കോംപ്ലക്സ് നമ്പറിന്റെ സം കണ്ടുപിടിക്കുന്നത്. ഒരു എക്സാമ്പിൾ നമുക്ക് എഴുതാം. ഓക്കേ, സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ നമുക്ക് എഴുതാം. ടെസ്റ്റോടെ എക്സാമ്പിൾ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കേ, ടെസ്റ്റോടെ ക്വസ്റ്റ്യൻ ആണ് Z1 is equal to 2 plus i3. അടുത്തത് Z2 is equal to minus 6 plus i5. ഓക്കേ, ടെസ്റ്റോടെ ക്വസ്റ്റ്യൻ. ഓക്കേ, അപ്പോൾ നമുക്ക് ആഡ് ചെയ്യാം. Z1 plus Z2 ആണ് ആഡ് ചെയ്യാറുള്ളത്. ഓക്കേ, ഇവിടെ നെഗറ്റീവ് ഒന്നുകൂടെ വരുന്നതാണ്. അപ്പോൾ ഇമാജിനറി പാർട്ടുകൾ ആദ്യം ആഡ് ചെയ്യും. ഇമാജിനറി പാർട്ടുകൾ ആര്, 2 minus 6 2 plus minus 6 ആണ്. അപ്പോൾ 2 minus 6 plus i into ആദ്യ റിയൽ പാർട്ട് നമ്മൾ ആഡ് ചെയ്തു, പിന്നെ അടുത്ത
I into 3 plus imaginary part. Okay, 2 ന്ന് 6 കുറച്ചാൽ എത്ര കിട്ടും? -4. 3 plus 5 എന്ന് പറഞ്ഞാൽ 8 ആണ്. അപ്പോൾ എത്ര? 8 അല്ലെങ്കിൽ I 8 -4 plus ഇതാണ് അതിന്റെ ആൻസർ. ഇത് നമുക്ക് അല്ലാതെ കണ്ടുപിടിക്കാൻ ചേർത്ത് നമ്മൾ കൂട്ടി എഴുതാനും പറ്റും കേട്ടോ. 2 plus I3 minus 6 plus I5 ചേർത്ത് എഴുതാനും പറ്റും. 2 ന്ന് 6 കുറച്ചാൽ -4 I3 I5 കൂടെ ആവുമ്പോൾ എത്ര കിട്ടും? 8I. ഓക്കേ, ഇത് I8. ഇങ്ങനെ നമ്മൾ കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? രണ്ട് കോംപ്ലക്സ് നമ്പർ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ആഡ് ചെയ്യാൻ പറ്റും. ഓക്കേ, അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടീസ് ഓഫ് അഡിഷൻ. എന്താണ് അഡിഷന്റെ പ്രോപ്പർട്ടി? എന്താണ് അഡിഷൻ? എന്താണ് രണ്ട് കോംപ്ലക്സ് നമ്പർ എങ്ങനെ ആഡ് ചെയ്യുമെന്ന് നമ്മൾ തൊട്ട് കുറച്ച് മുമ്പ് പഠിച്ചതല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അതിന്റെ പ്രോപ്പർട്ടീസ് പഠിക്കാം. വളരെ ഇമ്പോർട്ടന്റ് ഒന്നുമല്ല ഈ അഡിഷന്റെ പ്രോപ്പർട്ടീസ് ഒന്നും. ആ പ്രോപ്പർട്ടീസ് നമുക്ക് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി മാത്രമാണ്, അങ്ങനെ ചോദിക്കാറൊന്നുമില്ല. നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക ഓരോ ഇതിന്റെയും അഡിഷൻ അങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ അതിന്റെയൊക്കെ പ്രോപ്പർട്ടി ഒന്ന് അറിഞ്ഞിരിക്കുക. ദ ക്ലോഷർ ലാ, ഒന്നാമത്തെ പ്രോപ്പർട്ടി ദ ക്ലോഷർ ലാ. എന്താണ് ക്ലോഷർ ലാ എന്ന് പറയുന്നത്? രണ്ട് കോംപ്ലക്സ് നമ്പർ ആഡ് ചെയ്യുമ്പോൾ ഇപ്പൊ രണ്ട് കോംപ്ലക്സ് നമ്പർ Z1 എന്നും Z2 എന്നും വന്ന രണ്ട് കോംപ്ലക്സ് നമ്പർ ഉണ്ട്. അത് ആഡ് ചെയ്യുമ്പോൾ ഞാൻ Z1 എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ 3 + 4i, Z2 എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ 4 + 5i എന്ന് വെച്ചു. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യണേ. ആഡ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് എന്താണ്? Z1 + Z2 എത്ര കിട്ടും നോക്കാം. 7 പ്ലസ് എത്ര കിട്ടും? 9. ഓക്കേ, അതായത് രണ്ട് കോംപ്ലക്സ് നമ്പർ ആഡ് ചെയ്യുമ്പോൾ മറ്റൊരു കോംപ്ലക്സ് നമ്പർ കിട്ടും. സം ഓഫ് ടു കോംപ്ലക്സ് നമ്പർ ഈസ് എ കോംപ്ലക്സ് നമ്പർ. ഓക്കേ, Z1 ഉം Z2 ഉം ഉണ്ട്. അത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് തന്നെ കിട്ടും? മറ്റൊരു കോംപ്ലക്സ്. രണ്ട് കോംപ്ലക്സ് നമ്പർ ആഡ് ചെയ്താൽ മറ്റൊരു കോംപ്ലക്സ് നമ്പർ തന്നെ കിട്ടും. അതാണ് ദ ക്ലോഷർ ലാ എന്ന് പറയുന്നത്. സം ഓഫ് ടു കോംപ്ലക്സ് നമ്പർ ഈസ് എ കോംപ്ലക്സ് നമ്പർ. ഓക്കേ, സം ഓഫ് ടു കോംപ്ലക്സ് നമ്പർ, സം ഓഫ് ടു കോംപ്ലക്സ് നമ്പർ ഈസ് എ കോംപ്ലക്സ് നമ്പർ. ഓക്കേ, സം ഓഫ് ടു കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഒരു കോംപ്ലക്സ് നമ്പർ. രണ്ട് കോംപ്ലക്സ് നമ്പർ ആഡ് ചെയ്താൽ മറ്റൊരു കോംപ്ലക്സ് നമ്പറേ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞതാണ്. രണ്ടാമത്തെ കമ്മ്യൂട്ടേറ്റീവ് ലാ. ഓക്കേ, സെറ്റിലൊക്കെ നമ്മൾ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഒക്കെ ഒരുപാട് പഠിച്ചിട്ടുള്ളതാണ്. രണ്ട് കോംപ്ലക്സ് നമ്പർ Z1 ഉം Z2 എന്ന് പറയുന്ന രണ്ട് കോംപ്ലക്സ് നമ്പർ ആഡ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ തിരിച്ച Z2 Z1 ഉം ആഡ് ചെയ്യുന്നു, തിരിച്ച് ആഡ് ചെയ്യുന്നു. Z1 ഉം Z2 ആഡ് ചെയ്താലും Z2 Z1 ആഡ് ചെയ്താലും രണ്ടും എന്തായിരിക്കും? സെയിം ആണ്. ഓക്കേ, രണ്ട് പ്രോപ്പർട്ടി ഏതെങ്കിലും നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്തു നോക്കാം. Z1 എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറും Z2 എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറും ആഡ് ചെയ്തു നോക്കുന്നു തിരിച്ച്. എന്നിട്ട് Z2 അതേ എന്നാൽ തിരിച്ച് Z2 Z1 തിരിച്ചിട്ട് കൂട്ടി നോക്കിയാൽ രണ്ടും എന്ത് തന്നെയായിരിക്കും? സെയിം ആണ്. അതാണ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. മൂന്നാമത്തേത് മൂന്ന് കോംപ്ലക്സ് നമ്പർ ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി Z1 Z2 Z3 എന്ന് പറയുന്ന മൂന്ന് കോംപ്ലക്സ് നമ്പർ ഉണ്ടെന്ന് നമ്മൾ അസ്യൂം ചെയ്യാം. Z1 Z2 Z3. അപ്പോൾ Z1 + Z2 + Z3 is equal to Z1 + Z2 + Z3. ഓക്കേ, നിങ്ങൾക്ക് തന്നെ അറിയാം Z1 എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറും Z2 എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ കൂട്ടിയിട്ട് അതിന്റെ കൂടെ Z3 എന്ന കോംപ്ലക്സ് നമ്പർ കൂട്ടുന്നു. അതായത് ഈ മൂന്ന് കോംപ്ലക്സ് നമ്പർ കൂട്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഈസ് ഈക്വൽ ടു അവിടെ Z1 എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിനോടൊപ്പം Z2 Z3 കൂടെ ആഡ് ചെയ്യുന്നത് എന്ത് തന്നെയാണെന്നാണ് പറയുന്നത്? ആ സെയിം തന്നെ എന്ന് പറയുന്നത്. നമ്മൾ ഒരുപാട് അവിടെ പഠിച്ചിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. അപ്പോൾ ക്ലോഷർ ലാ എന്ന് പറയുന്നത് രണ്ട് കോംപ്ലക്സ് നമ്പർ ആഡ് ചെയ്താൽ മറ്റൊരു കോംപ്ലക്സ് നമ്പർ തന്നെ കിട്ടും. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി Z1 Z2 ആഡ് ചെയ്താലും Z2 Z1 ആഡ് ചെയ്താലും എന്താണ്? സെയിം തന്നെയായിരിക്കും. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി അറിയാലോ, Z1 + Z2 + Z3 ഉം Z1 + Z2 + Z3 ഉം എന്ത് തന്നെയാണ്? സെയിം തന്നെയായിരിക്കും. ഓക്കേ, ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ മൂന്ന് കോംപ്ലക്സ് നമ്പർ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്ത് ചെയ്യുന്നത്? അസോസിയേറ്റീവ് ലാ നമ്മൾ പറയുന്നത്. എക്സിസ്റ്റൻസ് ഓഫ് അഡിറ്റീവ് ഐഡന്റിറ്റി. എക്സിസ്റ്റൻസ് ഓഫ് ഐഡന്റിറ്റി എന്താണ്? സീറോ കോംപ്ലക്സ് നമ്പർ ഞാൻ പറയാണ്. സീറോ കോംപ്ലക്സ് നമ്പർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിലും പറയാണ് സീറോ കോംപ്ലക്സ് നമ്പർ. ഓക്കേ, എന്ന് വെച്ചാൽ 0 + I0 ആണ് സീറോ കോംപ്ലക്സ് നമ്പർ. 0 + I0 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ആ സീറോ തന്നെയാണ്. ഇവിടുത്തെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും എന്താണ്? ഇവിടുത്തെ a യും 0 ആണ്, b യും 0 ആണ്. അതായത് ഇവിടുത്തെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും 0 തന്നെയാണ്. അതായത് ഇതാണ് സീറോ കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത്. സീറോ കോംപ്ലക്സ് നമ്പർ ഏതെങ്കിലും ഒരു കോംപ്ലക്സ് നമ്പറിനോട് സീറോ കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ 0 കൂട്ടിയാൽ എന്ത് തന്നെ കിട്ടും? ആ കോംപ്ലക്സ് നമ്പർ തന്നെ കിട്ടും. ഏതൊരു കോംപ്ലക്സ് നമ്പറിന്റെ കൂടെയും ജനറൽ ആയിട്ട് Z ആണ്. Z എന്ന് പറയുന്നത് ജനറൽ ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന കോംപ്ലക്സ് നമ്പറിന്റെ കൂടെ 0 എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ ആഡ് ചെയ്യുന്നു എന്ന് വെച്ചോ.
എങ്കിൽ നമുക്ക് എന്ത് തന്നെ കിട്ടും? ഏതിനോട് ഏത് നമ്പറിന്റെ കൂടെയും 0 ആഡ് ചെയ്താൽ എന്ത് തന്നെ പിള്ളേരെ കിട്ടുന്നത്? എന്ത് തന്നെ കിട്ടുന്നത്? ആ നമ്പറല്ലേ കിട്ടുന്നത്. അപ്പൊ z എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിനോടൊപ്പം 0 ആഡ് ചെയ്താൽ എന്ത് തന്നെ കിട്ടും? z തന്നെ കിട്ടും. z എന്ന് പറയുന്നത് കിട്ടുമല്ലോ. അപ്പൊ എന്താണ് 0 ആണ് അവിടുത്തെ എന്തെന്ന് പറയുന്നത്? 0 കോംപ്ലക്സ് നമ്പറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അഡിറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയുന്നത്. 0 കോംപ്ലക്സ് നമ്പറിനെ എന്ത് പറയാം നമുക്ക്? അഡിറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയാം. z plus 0 എന്ന് പറയുന്നത് z ആണ്. അപ്പൊ 0 എന്ന് പറയുന്നത് 0 plus 0 അല്ലെങ്കിൽ 0 കോംപ്ലക്സ് നമ്പർ ആണ്. ഏതൊരു കോംപ്ലക്സ് നമ്പറിലൂടെയും 0 കോംപ്ലക്സ് നമ്പർ കൂട്ടിയാൽ ആ കോംപ്ലക്സ് നമ്പർ തന്നെ കിട്ടും. ആ 0 ആണ് നമുക്ക് ആ 0 കോംപ്ലക്സ് നമ്പറിനെയാണ് അല്ലെങ്കിൽ 0 plus i0 ആണ് നമ്മൾ എന്ത് പറയുന്നത്? അഡിറ്റീവ് എന്ത് പറയുന്ന ഐഡന്റിറ്റി എന്ന് പറയുന്നത്. ഓക്കേ, അടുത്തത് അഡിറ്റീവ് ഇൻവേഴ്സ്. അഡിറ്റീവ് ഇൻവേഴ്സ് ആണ് നമുക്ക് അടുത്തതായിട്ട് പറയുന്നത്. എന്താണ് അഡിറ്റീവ് ഇൻവേഴ്സ്? ഒരു കോംപ്ലക്സ് നമ്പർ. ഓക്കേ, z1 എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ 3 plus 4i എടുക്കുന്നു. ഓക്കേ, ഞാൻ നെഗറ്റീവ് ഓഫ് z1 എടുക്കുന്നു. നെഗറ്റീവ് ഓഫ് z അല്ലെങ്കിൽ z1 എന്ന് പറയുന്നത് നെഗറ്റീവ് ഓഫ് z. ഇതിന്റെ നെഗറ്റീവ് എടുക്കും. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ കോംപ്ലക്സ് നമ്പറിന്റെ സൈൻ എല്ലാം മാറ്റുന്നു. മാറ്റുമ്പോൾ എന്ത് കിട്ടും? -3 ഉം എന്ത് കിട്ടും? -4. അതായത് ചിഹ്നം മാറുമ്പോൾ എല്ലാം മാറും. -4. അപ്പൊ z എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ 3 plus 4 ആയി. നെഗറ്റീവ് ഓഫ് z ഇവിടുത്തെ കോംപ്ലക്സ് നമ്പർ z ആണ്. അതിന്റെ നെഗറ്റീവ് എടുക്കുന്നു. അപ്പൊ എത്ര? -3 -4 ആയി. ഓക്കേ, അങ്ങനെ രണ്ടും കൂടെ ആഡ് ചെയ്യും. z plus z എന്ത് കിട്ടും നമുക്ക് നോക്കാം. റിയൽ പാർട്ട് ആഡ് ചെയ്യുമ്പോൾ 3 - 3 plus I into imaginary part ആഡ് ചെയ്യുമ്പോൾ 4 - 4 എന്ത് കിട്ടും? 3 - 3 0 plus i0. അതായത് എന്താണ് കിട്ടുന്നത്? 0 അല്ലേ കിട്ടുന്നത്. അതായത് ഒരു കോംപ്ലക്സ് നമ്പറും ആ കോംപ്ലക്സ് തന്നെ നെഗറ്റീവ് ഓഫ് കോംപ്ലക്സ് നമ്പറും ആഡ് ചെയ്താൽ ഏതെങ്കിലും ഒരു കോംപ്ലക്സ് നമ്പറെ ഏതെങ്കിലും ഒരു കോംപ്ലക്സ് നമ്പറും അതിന്റെ നെഗറ്റീവ് ഓഫ് കോംപ്ലക്സ് നമ്പറും ഒരു z എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പറും അത് നെഗറ്റീവ് ഓഫ് ആ കോംപ്ലക്സ് നമ്പറിനെ നെഗറ്റീവ് z ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? കിട്ടുന്നത് എന്താണ്? 0 ആണ്. അപ്പൊ നെഗറ്റീവ് z അല്ലെങ്കിൽ നെഗറ്റീവ് z അല്ലെങ്കിൽ നെഗറ്റീവ് ഓഫ് ദാറ്റ് കോംപ്ലക്സ് നമ്പർ എന്താണ്? അതാണ് അതിന്റെ എന്ന് പറയുന്നത് അഡിറ്റീവ് ഇൻവേഴ്സ്. അപ്പൊ z ഉം z ഉം കൂടെ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 0 കിട്ടും. അതാണ് അതിന്റെ ഒരു കോംപ്ലക്സ് നമ്പറും ആ കോംപ്ലക്സ് നെഗറ്റീവ് ആ കോംപ്ലക്സ് നമ്പറോട് ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 0 ആണ് കിട്ടുന്നത്. 0 കോംപ്ലക്സ് നമ്പർ അല്ലെങ്കിൽ 0 ആണ്. നെഗറ്റീവ് ഓഫ് z നെയാണ് പറയുന്നത് എന്ന് പറയുന്നത് അഡിറ്റീവ് ഇൻവേഴ്സ്. 0 നെയാണ് അഡിറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നെഗറ്റീവ് ഓഫ് കോംപ്ലക്സ് നമ്പറിനെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്നും 0 നെ നമുക്ക് അഡിറ്റീവ് z നോട് 0 കൂട്ടിയാൽ 0 കിട്ടും. അതായത് അവിടുത്തെ 0 എന്ന് പറയുന്നതിനാണ് അഡിറ്റീവ് ഐഡന്റിറ്റി ആണ്. z എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിനോട് -z കൂട്ടിയാൽ 0 കിട്ടും. എല്ലാവർക്കും അറിയാലോ, ഒന്നിനോട് -1 കൂട്ടിയാൽ എത്ര കിട്ടും പിള്ളാരെ? 0 കിട്ടുന്നില്ലേ? അതേപോലെ z നോട് -z കൂട്ടിയാൽ എന്ത് കിട്ടും? 0 കിട്ടും. അപ്പൊ അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് നെഗറ്റീവ് z ആണ് അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത്. ഓക്കേ, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ പറഞ്ഞേ ഉള്ളൂ. എക്സാമ്പിൾ എടുത്ത് പറഞ്ഞതാണ്. സിമ്പിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടി ആണ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. എങ്കിലും ടെസ്റ്റിനകത്ത് എഴുതി വെച്ചിട്ടേക്കുന്നത് നമ്മൾ എങ്ങാനും ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് എഴുതാനാണ്. ക്ലോഷർ എന്ന് പറയുന്നത് രണ്ട് കോംപ്ലക്സ് നമ്പർ ആഡ് ചെയ്യുമ്പോൾ മറ്റൊരു കോംപ്ലക്സ് നമ്പർ കിട്ടുന്നു എങ്കിൽ അതാണ് ക്ലോഷർ ലാ. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ക്ലോഷർ രണ്ട് കോംപ്ലക്സ് നമ്പർ ആഡ് ചെയ്യുമ്പോൾ മറ്റൊരു കോംപ്ലക്സ് നമ്പർ കിട്ടുകയും ചെയ്യും. അതാണ് ക്ലോഷർ ലാ. z1 ഉം z2 ഉം ആഡ് ചെയ്യുന്നു, z2 z1 ആഡ് ചെയ്യുന്നു സെയിം ആയിരിക്കും. അതാണ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി പറയേണ്ട കാര്യമില്ല. എക്സിസ്റ്റൻസ് ഓഫ് അഡിറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഏതൊരു കോംപ്ലക്സ് നമ്പറിനോടൊപ്പം 0 കോംപ്ലക്സ് നമ്പർ കൂട്ടിയാൽ ആ കോംപ്ലക്സ് നമ്പർ തന്നെ കിട്ടും. 0 ആണ് 0 കോംപ്ലക്സ് നമ്പർ ആണ് അഡിറ്റീവ് ഐഡന്റിറ്റി. 0 ആണ് അഡിറ്റീവ് ഐഡന്റിറ്റി. ദി എക്സിസ്റ്റൻസ് ഓഫ് അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഏതൊരു കോംപ്ലക്സ് നമ്പറിന്റെ കൂടെയും അതിന്റെ നെഗറ്റീവ് ഓഫ് കോംപ്ലക്സ് നമ്പർ കൂട്ടിയാൽ എന്ത് കിട്ടും? 0 കോംപ്ലക്സ് നമ്പറിന്റെ 0 ആണ് കിട്ടുക. നെഗറ്റീവ് ഓഫ് ആ കോംപ്ലക്സ് നമ്പർ നെഗറ്റീവ് z നെയാണ് എന്ന് പറയുന്നത് അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത്. ഇതാണ് പ്രധാനപ്പെട്ട അഡിഷന്റെ 5 പ്രോപ്പർട്ടി. ഓക്കേ, അടുത്തതായിട്ട് നമ്മൾ അഡിഷന്റെ കാര്യം പറഞ്ഞു. അഡിഷൻ കഴിഞ്ഞു, അഡിഷന്റെ പ്രോപ്പർട്ടീസ് പഠിച്ചു. അടുത്തത് നമുക്ക് ഡിഫറൻസ് ഓഫ് ടു കോംപ്ലക്സ് നമ്പർ. രണ്ട് കോംപ്ലക്സ് നമ്പർ എങ്ങനെ ഡിഫറൻസ് എങ്ങനെ അതിന്റെ ഡിഫറൻസ് സബ്ട്രാക്ഷൻ എങ്ങനെ ചെയ്യാവുന്നതാണ്. ഇപ്പൊ രണ്ട് നേരത്തെ കണക്കല്ലേ, രണ്ട് കോംപ്ലക്സ് നമ്പർ z1 എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ a plus ib, z2 എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ c plus id. ഓക്കേ, രണ്ട് കോംപ്ലക്സ് നമ്പർ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് എന്താണ് അതിന്റെ ഡിഫറൻസ് തന്നെ. അപ്പൊ എന്താണ് z1 minus z2 ആണ് ചോദിച്ചത്. അങ്ങനെയാണ് എങ്കിൽ എന്താണ് a plus ib മൈനസ് എന്താണ് c plus id. രണ്ട് കോംപ്ലക്സ് നമ്പറിന് എന്താണ് ഡിഫറൻസ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കും? ഡിഫറൻസ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആഡ് ചെയ്തപ്പോൾ എങ്ങനെ റിയൽ പാർട്ടുകൾ പരസ്പരം ആഡ് ചെയ്തു,
എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു പ്ലസ് ഐ ഇൻറ്റു സം ഓഫ് ഇമാജിനറി പാർട്ട്. ഇവിടെ ആഡ് ചെയ്യല്ല, പരസ്പരം എന്ത് ചെയ്യാണ് എന്ത് ചെയ്യുക ഡിഫറൻസ് ആയിട്ട് എടുക്കുന്നത്. അപ്പൊ നമ്മൾ റിയൽ പാർട്ടുകൾ പരസ്പരം കുറയ്ക്കുക. റിയൽ പാർട്ട് നമ്മൾ ഇവിടെ എ ആണ് ഇവിടുത്തെ റിയൽ പാർട്ടാ, ഇവിടുത്തെ റിയൽ പാർട്ട് ഏതാണ് സി ആണ്. അപ്പൊ എത്ര എ മൈനസ് സി പ്ലസ് ഐ ഇൻറ്റു പിന്നെ ഏത് പാർട്ടുകൾ പരസ്പരം കുറയ്ക്കുക ഇമാജിനറി പാർട്ടുകൾ ബിയും ഡിയും. ഓക്കെ, നേരത്തെ ചെയ്തതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ചെയ്യാനുള്ളത്. നേരത്തെ നമ്മൾ രണ്ടും ആഡ് ചെയ്തു, റിയൽ പാർട്ടുകൾ ആഡ് ചെയ്തു, ഇവിടെ ഇമാജിനറി പാർട്ടുകൾ ആഡ് ചെയ്തു. അതേപോലെ ഇവിടെ എന്ത് ചെയ്യണം ഇമാജിനറി പാർട്ട് റിയൽ പാർട്ട് എന്ത് ചെയ്താൽ മതി അതിന്റെ ഡിഫറൻസ് എടുക്കുകയാണ്, സബ്ട്രാക്ട് ചെയ്താൽ മതി. a മൈനസ് സി പ്ലസ് ഐ ഇൻറ്റു ബി മൈനസ്. ഓക്കെ, ഇങ്ങനെയാണ് രണ്ട് കോംപ്ലക്സ് നമ്പർ എന്ത് ചെയ്യുന്നത് അത് കുറയ്ക്കുന്നത്, അതിന്റെ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, നമുക്ക് രണ്ട് അവരെ കണക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ വ്യക്തത വരും. ഓക്കെ, നമുക്ക് കണക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, Z1 എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പർ എത്ര 2 പ്ലസ് 4 പ്ലസ് 5i മൈനസ് Z2 എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ 2 മൈനസ് 3i. ഓക്കെ, നമുക്ക് രണ്ട് കോംപ്ലക്സ് നമ്പർ മൈനസ് ചെയ്യാം. അപ്പൊ Z1 മൈനസ് Z2 ആണ്. അപ്പൊ മൈനസ് ചെയ്യുമ്പോൾ എങ്ങനെ നമുക്ക് ആദ്യം റിയൽ പാർട്ട് നമുക്ക് കുറയ്ക്കാം. റിയൽ പാർട്ട് എന്ന് പറയുമ്പോൾ ഏതാണ് 4 മൈനസ് 2 പ്ലസ് ഐ ഇൻറ്റു പിന്നെ ഇമാജിനറി പാർട്ട് കുറയ്ക്കാം. ഇവിടുത്തെ ഇമാജിനറി പാർട്ട് ഏതാണ് 5 മൈനസ് ഇവിടുത്തെ ഇമാജിനറി പാർട്ട് എത്രയാണ് മൈനസ് 3. കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും 4 മൈനസ് 2 എന്ന് പറയുമ്പോൾ എന്താണ് 2 പ്ലസ് 5 മൈനസ് 5 മൈനസ് 3 എന്ന് പറയുമ്പോൾ 8 ആണ്. അപ്പൊ എത്ര കിട്ടും 8 ആയി. ഇതാണ് അതിന്റെ ആൻസർ. ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്തതാണ് ജസ്റ്റ് ഓപ്പോസിറ്റ്. നേരത്തെ നമ്മൾ ആഡ് ചെയ്തു, ആഡ് ചെയ്തതിന് പോലെ ഇവിടെ എന്ത് ചെയ്യണം നമ്മൾ അതിന്റെ ഡിഫറൻസ് എടുക്കണം, കുറയ്ക്കണം. എത്ര 4 മൈനസ് 2 അവിടെ അടുത്ത 5 മൈനസ് 3 അപ്പൊ എത്ര 2 പ്ലസ് 8. ഇത് വേറൊരു രീതിയിൽ നമുക്ക് ചെയ്യാൻ കേട്ടോ. നമുക്ക് സാധാ കുറയ്ക്കുന്ന കണക്ക് നമുക്ക് ചെയ്യാൻ പറ്റും, സാധാ നോർമൽ അൽജിബ്ര വഴി നമുക്ക് ചെയ്യാം. ചിലർ അങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് Z1 മൈനസ് Z2 ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം. ഓക്കെ, 4 പ്ലസ് 5i മൈനസ് 2 മൈനസ് 3i. ഓക്കെ, 2 മൈനസ് 3. അപ്പൊ നോർമലി ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ബ്രാക്കറ്റ് ഇട്ട് വേണം ചെയ്യും. കുറയ്ക്കാൻ നമ്മൾ രണ്ടാമത്തെ ടൈമിൽ ബ്രാക്കറ്റ് ഇടണം. ഇവിടെ മൈനസ് ഒന്ന് ഓപ്പൺ ചെയ്ത് അതാണ് അങ്ങനെ എഴുതാം 4 പ്ലസ് 5i. ചിലർ ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ, ഡയറക്റ്റ് ആയിട്ട് ചെയ്തു പോകും. മൈനസ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ മൈനസ് 2, ഈ മൈനസ് ഒന്ന് ഈ മൈനസ് 3i ഓപ്പൺ ചെയ്യുമ്പോൾ പ്ലസ് 3i. ഓക്കെ, 4 എന്ന് 2 മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും 2, 5i 3i യുടെ കൂടി എത്ര കിട്ടും 8 ആണ്. മുമ്പ് നമ്മൾ നോർമൽ അൽജിബ്ര x ന്റെ ഒക്കെ ഓപ്പൺ ചെയ്യുന്നതൊക്കെ ഇങ്ങനെ രണ്ട് x ന്റെ ടേം വരുന്ന കുറയ്ക്കും ആ രീതിയാണ് ഇത് ചെയ്തേക്കുന്നത്. നമ്മൾ നേരത്തെ റൂൾ പ്രകാരം ചെയ്തതാണ്. റിയൽ പാർട്ടുകൾ പരസ്പരം കുറയ്ക്കുന്നു പ്ലസ് i ഇൻറ്റു ഡിഫറൻസ് ഓഫ് ഇമാജിനറി പാർട്ട്. ഇത് നമ്മൾ നോർമൽ ആയിട്ട് രണ്ട് ടേം കുറയ്ക്കുന്ന രീതിയിൽ കുറയ്ക്കുന്നത്. മൈനസ് കൊണ്ട് ഓപ്പൺ ചെയ്ത് മൈനസ് 2 ഓപ്പൺ ചെയ്താൽ മൈനസ് 2, മൈനസ് കൊണ്ട് മൈനസ് 3i ഓപ്പൺ ചെയ്താൽ പ്ലസ് 3i. ഇനി 4 ന്ന് 2 കുറയ്ക്കുമ്പോൾ 2, 5i യും 3i കുറയ്ക്കുമ്പോൾ കൂട്ടുമ്പോൾ എത്ര കിട്ടും 8. നോർമലി ചെയ്യുന്നതാണ്. ഇതാണ് രണ്ടാമത്തിന്റെ സിമ്പിൾ ആയിട്ട് രണ്ട് ഡിഫറൻസ് കണ്ടുപിടിക്കുക. രണ്ട് രീതിയിലും കണ്ടുപിടിക്കാം. മൈനസ് ഓപ്പൺ ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാം. അതായത് ഈ Z1 മൈനസ് Z2 എന്ന് പറയുന്നത് Z1 പ്ലസ് മൈനസ് Z2, ഇതാണ് Z1 മൈനസ് Z2 എന്ന് പറയുന്നത് കേട്ടോ. Z1 മൈനസ് Z2 എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അതായത് Z1 എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറും Z2 എന്ന കോംപ്ലക്സ് നമ്പറിന്റെ നെഗറ്റീവ് കൂടെ എന്ത് ചെയ്താൽ മതി ആഡ് ചെയ്താൽ മതി. അതാണ് ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്നത്. Z1 എന്ന കോംപ്ലക്സ് നമ്പർ കണ്ടോ, ഇത് കണ്ടോ Z2 എന്ന കോംപ്ലക്സ് നമ്പറിന്റെ നെഗറ്റീവ് കൂടെ ആഡ് ചെയ്താണ് ഈ എഴുതിയിരിക്കുന്നത്. ഈ രീതിയിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഇത് നമ്മുടെ നോർമൽ മെത്തേഡ്. നിങ്ങൾക്ക് ഏത് മെത്തേഡ് രീതിയിൽ വേണമെങ്കിലും എന്ത് ചെയ്യാം, രണ്ട് കോംപ്ലക്സ് നമ്പർ എന്ത് ചെയ്യാം സബ്ട്രാക്ട് ചെയ്യാം. നോർമൽ ഇത് നമ്മളെ സാധാ ചെയ്യുന്നതാണ് കുറച്ച് എഴുതിയിരിക്കുന്നത്. ഇത് നമ്മുടെ നോർമൽ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും കുറച്ച് എഴുതിയിരിക്കുന്ന മെത്തേഡാണ്. നോർമൽ രണ്ട് മെത്തേഡോടെ യൂസ് ചെയ്യാം. ചില ഇത് യൂസ് ചെയ്യുന്നുണ്ട്, ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണ് രണ്ട് കോംപ്ലക്സ് നമ്പർ എന്ത് ചെയ്യുന്നത് സബ്ട്രാക്ട് ചെയ്യുന്നത്. ഓക്കെ, അടുത്തതായിട്ട് മൾട്ടിപ്ലിക്കേഷൻ ആണ് നമ്മൾ പഠിക്കാനായിട്ടുള്ളത്. മൾട്ടിപ്ലിക്കേഷൻ രണ്ട് കോംപ്ലക്സ് നമ്പർ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ അഡിഷൻ പഠിച്ചു, സബ്ട്രാക്ഷൻ അല്ലെങ്കിൽ ഡിഫറൻസ് പഠിച്ചു, അടുത്ത മൾട്ടിപ്ലിക്കേഷൻ. രണ്ട് കോംപ്ലക്സ് നമ്പർ Z1 എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത് a പ്ലസ് ib, Z2 എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ c പ്ലസ് id. ഓക്കെ, അപ്പൊ Z1 എന്ന് പറയുന്നത് a പ്ലസ് ib യും Z2 എന്ന് പറയുന്നത് c പ്ലസ് id യും രണ്ട് കോംപ്ലക്സ് നമ്പറാണ്. അപ്പൊ നമുക്ക് എങ്ങനെ ഇത് ചെയ്യാൻ നോക്കാം. Z1 Z2 ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ രണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു എന്നാണ്. ഇതിന്റെ ചേർത്ത് എഴുതുന്നു എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. x1 x2 എന്നിട്ട് xy എന്നൊക്കെ ഇപ്പൊ xy എന്നൊക്കെ എഴുതുമ്പോൾ നമുക്ക് എന്ത് ചേർത്ത് എഴുതിയത്. ഇപ്പൊ ചേർത്ത് എഴുതി കഴിഞ്ഞാൽ അതിനകത്ത് xy എന്നൊക്കെ എഴുതി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം x നെ എന്ത് കൊണ്ട് ഗുണിക്കുക എന്നാണ്, y കൊണ്ട് ഗുണിക്കുക. അപ്പൊ Z1 Z2 എന്ന് പറഞ്ഞാൽ Z1 എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിനെ Z2 എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിനോട് എന്ത് ചെയ്യുന്നു മൾട്ടിപ്ലൈ ചെയ്യുന്നു. മൾട്ടിപ്ലൈ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ആദ്യം റിയൽ പാർട്ടുകൾ പരസ്പരം ഗുണിക്കുന്നു AC മൈനസ് ഇമാജിനറി പാർട്ടുകൾ പരസ്പരം ഗുണിക്കുന്നത് BD. ഓക്കെ, AC മൈനസ് BD
പ്ലസ് ഐ ഇൻറ്റു ഇതാ നോക്കി ആദ്യം നമ്മൾ ഇങ്ങനെയാണ് കുറിച്ചത് എ സി മൈനസ് ബി ഡി എന്നിട്ട് നെഗറ്റീവ് എടുത്തു ആണ് എ സി മൈനസ് ബി ഡി. ഓക്കെ, ഇനി അടുത്തത് പ്ലസ് ഐ ഇൻറ്റു ഇനി ചെയ്യാനുള്ളത് എന്ന് പറഞ്ഞാൽ ആരൊക്കെ എ ഡി ഓക്കെ എ ഡി എന്ന് പറയുന്നത് എ ഡി പ്ലസ് എന്ന് പറയുന്നത് ബി സി. ഓക്കെ, ആ എൻഡിലുള്ളത് മിഡിലുള്ളത്. ഓക്കെ, അവിടെ നമ്മൾ ചിഹ്നം കൊടുക്കുകയാണത് പ്ലസ് ആണ് എ ഡി പ്ലസ് ബി സി. ഓക്കെ, അപ്പൊ എന്താണ് നമുക്ക് രണ്ട് കോംപ്ലക്സ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ഫോർമുല ഇതാണ്, നമുക്ക് അല്ലാതെ മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, a പ്ലസ് ഐ ബി ആണ് z1 z2 എന്ന് പറഞ്ഞാൽ സിമ്പിൾ ജനറൽ ആയിട്ട് നമുക്ക് കോംപ്ലക്സ് നമ്പർ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പൊ z1 z2 കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നതിനാണ് is റിയൽ പാർട്ടുകൾ പരസ്പരം ഗുണിക്കുന്നു മൈനസ് ഇമാജിനറി പാർട്ടുകൾ പരസ്പരം ഗുണിക്കുന്നതിനാണ് bd പ്ലസ് ഐ ഇൻറ്റു ഈ എൻഡി കിടക്കുന്നത് ad പ്ലസ് ഇവിടെ കിടക്കുന്ന ഏത് അതായത് ഇവിടുത്തെ റിയലും ഇവിടുത്തെ ഇമാജിനറി ഇവിടുത്തെ റിയൽ. ഓക്കെ, അങ്ങനെ ചെയ്യാം. നമുക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഈ ഇക്വേഷൻ ചിലർക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് നോർമൽ ചെയ്യുന്ന രീതിയും ചെയ്യാം. അപ്പൊ അതിനാണ് ഞാൻ എക്സാമ്പിൾ ആയിട്ട് ടെസ്റ്റിൽ ഒരു പ്രോബ്ലം ചെയ്യാം. ടെസ്റ്റ് ചെയ്തേക്കുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് 3 പ്ലസ് i5 ഇൻറ്റു എത്ര 2 പ്ലസ് i6. ഓക്കെ, ഇതാണ് ഇങ്ങനെയാണ് വന്നേക്കുന്നത്. അപ്പൊ ഇതിന്റെ അർത്ഥം ഈ z1 എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ ആണ്, ഇത് z2 എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ ആണ്. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം പറഞ്ഞിരിക്കുന്നത് ac മൈനസ് bd. ഇതാണ് ac എന്ന് പറയുമ്പോൾ ഇവിടെ a യുടെ സ്ഥാനത്ത് 3 ആണ് റിയൽ പാർട്ട്, ഇവിടുത്തെ a യുടെ ഇവിടുത്തെ റിയൽ പാർട്ട് 2 ആണ്. അപ്പൊ ac എന്ന് പറയുമ്പോൾ 3 into 2 എത്ര 6 മൈനസ്. ഓക്കെ, അടുത്തത് ഇവിടുത്തെ bd എന്ന് പറയുമ്പോൾ ഇവിടുത്തെ b എന്ന് പറയുന്നത് ഏതാണ് 5 into 6 എത്ര 30 എത്ര 5 into 6 30 പ്ലസ് i into നോക്കി ഇനി നമുക്ക് ad എന്ന് പറയുന്നത് ഇവിടെ a ഇവിടെ end കിടക്കുന്നതാണ്. നിങ്ങൾ അങ്ങനെ ആലോചിച്ചാൽ end കിടക്കുന്നത് ഇവിടുത്തെ 6 into 3 എത്ര 18 പ്ലസ് മിഡിൽ കിടക്കുന്ന 2 ആര് 2 into 5 end കിടക്കുന്നതിന്റെ മൾട്ടിപ്പിൾ പ്ലസ് മിഡിൽ കിടക്കുന്ന 5 into 8 എത്രയാണ് 10. ഓക്കെ, 6 ന്ന് 30 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും പിള്ളേരെ -24 പ്ലസ് 18 ഉം 10 കൂട്ടുമ്പോൾ എത്ര കിട്ടും 28 -24 പ്ലസ് i28 ഇതാണ് അതിന്റെ ആൻസർ. ഇങ്ങനെയാണ് രണ്ട് കോംപ്ലക്സ് നമ്പർ എന്ത് ചെയ്യുന്നത് അതിന്റെ പ്രോഡക്റ്റ് എടുക്കുന്നത്. ഓർ വേറെ രീതിയിൽ ചെയ്യാം. ഓക്കെ, ആ രീതിയിൽ നമുക്ക് നോക്കാം. നോർമൽ ആയിട്ട് തന്നെ ഡിഫറൻസ് പറഞ്ഞ രീതി തന്നെയാണ്. അപ്പൊ ഞാൻ എഴുതുകയാണ് 3 പ്ലസ് i5. ഓക്കെ, 3 പ്ലസ് i5 നോർമൽ രീതിയിൽ 3 പ്ലസ് i5 into 2 പ്ലസ് i6. ഓക്കെ, നമുക്ക് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ആദ്യം 3 കൊണ്ട് നമ്മൾ നോർമലി ചെയ്യുമല്ലോ x plus y into a plus b into c plus d. ഇതാണ് കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് a plus b into c plus d. എങ്ങനെ ചെയ്യും? ആദ്യം a c കൊണ്ട് ഗുണിക്കും ac പ്ലസ് പിന്നെ a d കൊണ്ട് ഗുണിക്കും ad പിന്നെ b കൊണ്ട് c ഗുണിക്കും bc പ്ലസ് പിന്നെ b കൊണ്ട് d ഗുണിക്കും എത്ര bd. ഈ ഒരു ഫോർമുല നിങ്ങൾ 8ാം ക്ലാസ്സിൽ ഐഡന്റിറ്റീസിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഓക്കേ, അതാണ് നിൽക്കട്ടെ അറിയാൻ വിശ്വസിക്കുന്നു. അതേ കണക്ക് തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യുന്നത്. ആദ്യം 3 കൊണ്ട് 2നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും പിള്ളേരെ 6. ഓക്കേ, 3 കൊണ്ട് 2നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6. അടുത്ത 3 കൊണ്ട് അതാണ് ഈ 16 ആയിനെ മൾട്ടിപ്ലൈ ചെയ്യും. 3 കൊണ്ട് 6 ആയിനെ മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര 18 ആയി. ഓക്കേ, അപ്പോൾ i18. ഓക്കേ, അടുത്തത് 5 കൊണ്ട് 2നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10. അപ്പോൾ എത്ര i10. ഓക്കേ, i10. അടുത്തത് പ്ലസ് 5 into i6. ഇത് i5 into i6. 5 into 6 എന്ന് പറഞ്ഞാൽ 30 ആണ്. i into i എന്ന് പറഞ്ഞാൽ i square 30. ഇതിലാണ് i square 30. അത് മാത്രമാണ് നിങ്ങൾക്ക് ഡൗട്ട് വരുന്നത്. അതെ, 3 into 2 6. സിമ്പിൾ ആണ്, ഇതിലും സിമ്പിൾ ആണ്. ഇക്വേഷൻ കാണാൻ പഠിക്കാതെ വേണ്ടിയാണ് പറഞ്ഞത്. ഈ രീതിയിൽ ചെയ്യാം പ്രോഡക്റ്റ്. ഓക്കേ, 3 into 2 6. 3 into i6 i18. അതേപോലെ i5 into 2 i10. അടുത്തത് i5 into i6 i ഗുണിക്കുമ്പോൾ i square 5 into 6 30. ഓക്കേ, നമുക്ക് ചെയ്യാം. 6 അതാണ് ഞാൻ എഴുതി. ഓക്കേ, i18 ഉം i10 ഓട് കൂട്ടുമ്പോൾ എത്ര കിട്ടും i28. ഓക്കേ, i28 പ്ലസ് നോക്കുക, ഒരു കുഴപ്പമുണ്ട്. ഇവിടെ 30 i square നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. i squareന്റെ വാല്യൂ എത്രയാണ് പിള്ളാരെ -1 ആണ്. ആ -1 into 30 എന്ത് കിട്ടും -30. കണ്ടോ, i squareന്റെ വാല്യൂ എന്താണ് -1 ആണ്. -1നെ 30 കൊണ്ട് ഗുണിച്ചാൽ എന്ത് കിട്ടും -30. അപ്പം 6 -30 എന്ന് പറഞ്ഞാൽ -24 പ്ലസ് ബാക്കി ആരുണ്ട് -24.
ഓക്കെ സിമ്പിൾ ആണ്. പണ്ട് പഠിച്ച കാര്യം ഉപയോഗിച്ചാണ് ഞാൻ ഇത് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ഞാൻ ഒന്നും എഴുതിട്ടില്ല. ഇവിടെ ചിലപ്പോൾ തെറ്റിപ്പോവാൻ ചാൻസ് ഉള്ള ചിലരൊക്കെ ഉണ്ട്. അതും സിമ്പിൾ ആണ്. ആദ്യം റിയൽ പാർട്ടിന്റെ പ്രോഡക്റ്റ് മൈനസ് ഇമാജിനറി പാർട്ടിന്റെ പ്രോഡക്റ്റ് പ്ലസ് ഐ ഇൻറ്റു എന്തിന്റെ രണ്ട് പ്രോഡക്റ്റ് ചെയ്താലും നമുക്ക് ഇത് കിട്ടും. അല്ലെങ്കിൽ നോർമലൈസ് ചെയ്യുമ്പോൾ അവസാനം ഒരു ഐ സ്ക്വയറിന്റെ ടേം വരും. ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൈനസ് എന്നാണ്. മൈനസ് 30 മൈനസ് 30 ആണ്. 6 30 കൊടുത്താൽ മൈനസ് 24 പ്ലസ് ഐ 28. ഓക്കെ ഇതിങ്ങനെയാണ് രണ്ട് കോംപ്ലക്സ് നമ്പർ എന്ത് ചെയ്യുന്നത് അതിന്റെ പ്രോഡക്റ്റ് കണ്ടുപിടിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടാണ് അതിന്റെ പ്രോഡക്റ്റ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ അടുത്തതായിട്ട് നമുക്ക് പ്രോപ്പർട്ടീസ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ. നമ്മൾ അഡിഷന്റെ പ്രോപ്പർട്ടി പഠിച്ചു. അതേപോലെ തന്നെയാണ് മൾട്ടിപ്ലിക്കേഷന്റെ പ്രോപ്പർട്ടി. ഓക്കെ നമുക്ക് നോക്കാം എന്താണ് ആ മൾട്ടിപ്ലിക്കേഷന്റെ പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ് എന്ന് നോക്കാം. ഓക്കെ ക്ലോഷർ നമ്മൾ അഡിഷനിൽ പറഞ്ഞാണ് രണ്ട് എന്ത് ചെയ്യുന്നു രണ്ട് കോംപ്ലക്സ് നമ്പർ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്ത് തന്നെയാണ് മറ്റൊരു കോംപ്ലക്സ് നമ്പർ ആണ്. അതേപോലെ രണ്ട് കോംപ്ലക്സ് നമ്പറിന്റെ പ്രോഡക്റ്റ് Z1 എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറും Z2 എന്ന് പറയുന്ന മറ്റൊരു കോംപ്ലക്സ് നമ്പറും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്ത് തന്നെയാണ് മറ്റൊരു കോംപ്ലക്സ് നമ്പർ തന്നെയാണ്. ഓക്കെ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അത് രണ്ടെണ്ണം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ടു കോംപ്ലക്സ് പ്രോഡക്റ്റ് ഓഫ് ടു കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ് കോംപ്ലക്സ് നമ്പർ ഈസ് എ കോംപ്ലക്സ് നമ്പർ ഓക്കെ അതായത് രണ്ട് കോംപ്ലക്സ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതും മറ്റൊരു എന്താണ് ആ കോംപ്ലക്സ് നമ്പർ തന്നെയാണ്. ഓക്കെ കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞത് Z1 Z2 കൂടെ കൂട്ടിയപ്പോഴും Z2 Z1 കൂടെ കൂട്ടുമ്പോഴും കിട്ടുന്ന എന്താണ് കോംപ്ലക്സ് നമ്പർ സെയിം തന്നെയാണ്. അതേപോലെ തന്നെയാണ് Z1 ഉം Z2 എന്ന് പറയുന്ന രണ്ട് കോംപ്ലക്സ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഈക്വൽ ആണ്. Z2 ഉം Z1 ഉം മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് എന്തിനാണ് ഈക്വൽ ആണ്. അപ്പോൾ Z1 Z2 is equal to Z2 Z1 അതായത് രണ്ട് പ്രോഡക്റ്റ് നമ്പർ തിരിച്ചിട്ട് ഗുണിച്ചാലും എന്ത് തന്നെയാണ് ആൻസറിന്റെ എന്ത് ചെയ്യത്തില്ല ചേഞ്ച് വരത്തില്ല. രണ്ടും എന്ത് തന്നെയാണ് സെയിം ആണ്. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. ഓക്കെ Z1 ഉം Z2 ഉം Z1 Z2 ഗുണിച്ചിട്ട് Z3 ആയിട്ട് ഗുണിക്കുന്നതും Z1 ഉം Z2 ഉം Z3 ആയിട്ട് ഗുണിക്കുന്നത് എന്തിനാണ് സെയിം തന്നെയാണ്. നമ്മൾ അഡിഷനിൽ പറഞ്ഞ അതേ കണക്ക് തന്നെയാണ്. ഓക്കെ അതായത് പരസ്പരം മൂന്ന് കോംപ്ലക്സ് നമ്പർ ഗുണിച്ചാൽ അപ്പുറം പരസ്പരം മൂന്ന് കോംപ്ലക്സ് നമ്പർ ഗുണിക്കുകയാണ്. ആദ്യം ഇത് രണ്ടും കൂടെ ഗുണിക്കുന്നു. പിന്നെ അതോടൊപ്പം ആരെ Z3 എന്ന് പറയുന്ന മറ്റൊരു കോംപ്ലക്സ് നമ്പർ ഇവിടെ Z2 Z3 ഗുണിക്കുന്നു. എന്നിട്ട് Z1 നെ ആ ഗുണിച്ച് കിട്ടുന്നത് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്ത് തന്നെയാണ് ആ സെയിം തന്നെയാണ്. ഓക്കെ അടുത്തതാണ് എക്സിസ്റ്റൻസ് ഓഫ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി. ഓക്കെ എക്സിസ്റ്റൻസ് ഓഫ് എന്താണ് അതാണ് വളരെ ഇമ്പോർട്ടന്റ്. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സിസ്റ്റൻസ് ഓഫ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി. അപ്പോൾ ഒന്ന് എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് നമ്പർ അതിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യും. അപ്പോൾ 1 എന്ന് പറയുമ്പോൾ അതിനകത്ത് എങ്ങനെ എഴുതാം 1 + 0i എന്ന് എഴുതാൻ പറ്റും. അല്ലെങ്കിൽ 1 + i0 അതായത് 1 എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പർ എന്ന് പറയുമ്പോൾ അതിനകത്ത് റിയൽ പാർട്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ ഒന്നിനെ നമുക്ക് എങ്ങനെ എഴുതാം 1 + 0 അല്ലെങ്കിൽ 1 നെ നമുക്ക് എഴുതാം 1 + i0 അതായത് രണ്ടായാലും സെയിം ആണ്. അപ്പോൾ ഏതൊരു കോംപ്ലക്സ് നമ്പറിനെയും 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു എങ്കിൽ z * 1 ഓക്കേ എന്ത് തന്നെയായിരിക്കും z തന്നെയായിരിക്കും. അതാണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയുന്നത്. മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയുന്നത് ആരാണ് 1 ആണ് മൾട്ടിപ്ലിക്കേറ്റീവ് അതായത് കോംപ്ലക്സ് നമ്പർ 1 ആണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി. ഇതാണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി ആയിട്ട് പറയുന്നത്. അപ്പോൾ z ഏതൊരു കോംപ്ലക്സ് നമ്പറിനെയും 1 എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും അതേ കോംപ്ലക്സ് നമ്പർ തന്നെ കിട്ടും. അതായത് z * 1 എന്ന് പറയുന്നത് z തന്നെയാണ് 1 ആണ് എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയുന്നത് 1. ഓക്കേ 1 എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിന്റെ 1 + 0i എന്നാണ് z * 1 എന്ന് പറയുന്നത് എന്ത് തന്നെയാണ് z 1 തന്നെയാണ്. 1 എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിനെയാണ് 1 = 1 + 0i ആണ് അല്ലെ 1 നെയാണ് നമ്മൾ എന്ത് പറയുന്നത് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയുന്നത്. ഓക്കേ അതേപോലെ അടുത്ത ഒരെണ്ണമാണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു ഇതിന്റെ ഒരു കോംപ്ലക്സ് നമ്പറിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആണ് 1/z. ഓക്കേ എന്തിനാണ് 1/z അതിനെ നമുക്ക് വേണമെങ്കിൽ എന്ത് എഴുതാം അതിന്റെ എന്താണ് z ഇൻവേഴ്സ് എന്ന് പറയും മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. അതായത് 1/z ആണ് എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് നമ്പറിന്റെ എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത്. ഏതൊരു കോംപ്ലക്സ് നമ്പറിൽ ഒരു ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോഴാണ് ആ കോംപ്ലക്സ് നമ്പറിന് എന്ത് കിട്ടുക മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. ആ
ഏതൊരു മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സിനെ ആ കോംപ്ലക്സ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്തായിരിക്കും? അതിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി ആയ എന്താണ് കിട്ടുന്നത്? ഒന്നാണ്. 1/z നെ z കൊണ്ട് മൾട്ടിപ്ലൈ z കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്താണ്? ആ കോംപ്ലക്സ് നമ്പർ ഒന്നാണ്. 1/z into z എന്ന് പറയുന്നത് 1 ആണ്. അതായത് 1/z നെ എന്ന് പറയുന്നത് ഏതൊരു കോംപ്ലക്സ് നമ്പറിനെയും അതിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്താണ്? ആ ഒന്നാണ്. അപ്പൊ ഏതൊരു കോംപ്ലക്സ് z എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ എടുത്തു, ആ കോംപ്ലക്സ് നമ്പറിനെ അതിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എത്രയാണ്? ആ ഒന്നാണ്. 1/z 1/z നെ നമുക്ക് എങ്ങനെയും പറയാം z ഇൻവേഴ്സ്. അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ അത് പഠിക്കുന്നുണ്ട്, ഇൻവേഴ്സ് കോംപ്ലക്സ് നമ്പറിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഒക്കെ കണ്ടുപിടിക്കുന്നുണ്ട്. ഇപ്പൊ ജസ്റ്റ് നമുക്ക് പ്രോപ്പർട്ടീസ് പറഞ്ഞു. ഈ പ്രോപ്പർട്ടീസ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരെണ്ണം തന്നെയാണ് ഏത്? മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് കൂടുതൽ വേണ്ട ഒരു പ്രോപ്പർട്ടിയാണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. അടുത്ത തന്നെ ഡിസ്ട്രിബ്യൂട്ടീവ് ലാവ്. ഉദാഹരണമാണ് z1 എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിനെ z2 plus z3 എന്നുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ സാധാരണ എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് അറിയാലോ. z1 നെ ആദ്യം എന്തുകൊണ്ട് ഗുണിക്കുന്നു? z1 നെ ആദ്യം എന്തുകൊണ്ട് ഗുണിക്കുന്നു? z2 കൊണ്ട് ഗുണിക്കുന്നു പ്ലസ് z1 z3. കണ്ടാ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് ഇതൊക്കെ നമ്മൾ നോർമൽ ആണ്. z1 into z2 plus z3 എന്ന് പറഞ്ഞാൽ z1 z2 plus z1 z3. ഓക്കേ, അല്ലെങ്കിൽ z2 നെ z1 plus z3 കൊണ്ട് ഗുണിക്കുന്നുവെങ്കിൽ ആദ്യം എന്തിനാണ് തിരിച്ച് ചെയ്യുക? എന്താ z2 z1 അല്ലെങ്കിൽ z2 എന്തിനാണ് z3. ഓക്കേ, ഇങ്ങനെ നമുക്ക് പല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള പ്രോപ്പർട്ടിയാണ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള പ്രോപ്പർട്ടി ക്ലോഷർ എന്ന് പറയുന്നത് രണ്ട് കോംപ്ലക്സ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ മറ്റൊരു കോംപ്ലക്സ് നമ്പർ ആയി കിട്ടുന്നത്. രണ്ട് കോംപ്ലക്സ് നമ്പറുകൾ മറിച്ചിട്ട് ഗുണിച്ച് തിരിച്ചിട്ട് ഗുണിച്ചാലും അതിന്റെ എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി, അസോസിയേറ്റീവ് പ്രോപ്പർട്ടി അറിയാലോ. മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി ഏതൊരു കോംപ്ലക്സ് നമ്പറിനെയും 1 എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ ആ കോംപ്ലക്സ് നമ്പർ തന്നെ കിട്ടും. 1 എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ അല്ലെ 1 നെയാണ് എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി. ഒരു കോംപ്ലക്സ് നമ്പറിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് 1/z അല്ലെങ്കിൽ റെപ്രസെന്റേറ്റീവ് z ഇൻവേഴ്സ്. ആ 1/z നെ z കൊണ്ട് ആ കോംപ്ലക്സ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നത് അതിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി ആയ എത്രയാണ്? 1/z ആണ് അതിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. ഡിസ്ട്രിബ്യൂട്ടീവ് ലാവ് എന്ന് പറയാൻ നിങ്ങൾക്ക് അറിയായിരിക്കും. അതിനെക്കുറിച്ച് കൂടുതൽ കാര്യം പറയാം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിമ്പിൾ ആയിട്ട് കോംപ്ലക്സ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്ത് അതിന്റെ പ്രോഡക്റ്റ് സം ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ പറ്റും. ഓക്കേ, അപ്പൊ ഇതാണ് ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞതെന്ന് പറഞ്ഞാൽ എന്താണ് എങ്ങനെയാണ് നമ്മൾ അൽജിബ്ര ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് ആണ് ഈ വീഡിയോയിൽ സ്റ്റാർട്ട് ചെയ്തത്. അതിനകത്ത് ആദ്യം രണ്ട് കോംപ്ലക്സ് നമ്പറിനെ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യും, രണ്ട് കോംപ്ലക്സ് നമ്പറിന്റെ റിയൽ പാർട്ടുകൾ ആഡ് ചെയ്യുക പ്ലസ് i into sum of imaginary part. അതിന്റെ കുറച്ച് പ്രോപ്പർട്ടി നമ്മൾ ഇതിലെ സമ്മിനും പഠിച്ചിട്ടുണ്ടായിരുന്നു. ക്ലോഷർ, കമ്മ്യൂട്ടേറ്റീവ്, അസോസിയേറ്റീവ്, എക്സ്ക്ലൂസീവ് അവിടെയും നമ്മൾ ഇത് പറഞ്ഞിട്ടുണ്ട്. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി, അസോസിയേറ്റീവ് ലാവ് എല്ലാം നമ്മൾ അവിടെയും പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ ഡിഫറൻസ് ഓഫ് ടു കോംപ്ലക്സ് നമ്പേഴ്സ് പഠിച്ചു. അവിടെയും ഇത് തന്നെയാണ്. റിയൽ നമ്പർ മൈനസ് ചെയ്യുക പ്ലസ് i into എന്ത് ചെയ്യുക? ഇമാജിനറി നമ്പർ ഇമാജിനറി പാർട്ട് മൈനസ് ചെയ്യുക. ഓക്കെ, അല്ലാതെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് നോക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? മൈനസ് അതിന്റെ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറ്റും. രണ്ടു പ്രോബ്ലം നമ്മൾ എക്സാമ്പിൾ ആയിട്ട് ചെയ്തു. പിന്നെ എങ്ങനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമെന്ന് പറഞ്ഞു. മൾട്ടിപ്ലൈ ചെയ്യുന്ന ഒരു എങ്ങനെയാണ് ഒരു കോമൺ രീതിയിൽ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യും, അല്ലാതെ നോർമലി മൾട്ടിപ്ലൈ ചെയ്യുന്ന രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞു. അതിന്റെ അഞ്ച് പ്രോപ്പർട്ടിയും കൂടിയാണ് നമ്മൾ ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും പഠിച്ചത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട കണക്കുകളാണ് ചെയ്യുന്നത്. a+ib എന്ന ഫോമിൽ a+b എന്ന ഫോമിൽ എങ്ങനെ കുറച്ച് കണക്ക് നമുക്ക് എഴുതാമെന്നുള്ളത് നമ്മൾ അടുത്ത വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഓക്കെ, ഇതാണ് ഈ രണ്ടാമത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഓക്കെ.